പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും കൃപാസന പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ മാതാവിനും തിരുകുമാറിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീനാലക്ഷ്മി, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ അന്ന് അധികം ഇൻവോൾവ്മെൻറ്റ് ഇതിന് കൊടുത്തിട്ടില്ല. ഞാനാണെങ്കിൽ കോൺവെൻറ്റ് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുമെങ്കിലും കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ഞാനാണെങ്കിൽ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ OET പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ മാവേലിക്കര ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അന്നേരം എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉടമ്പടി എടുക്കുവാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. കാരണം ഞാനത് കറക്റ്റായിട്ട് ചെയ്യുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് അറിയത്തില്ല. പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും ബൈബിൾ പ്രാർത്ഥനകളെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയാത്തത് കൊണ്ടും എനിക്ക് അതിനോട്ട് പോകാൻ താല്പര്യമില്ലാത്ത രീതിയായിരുന്നു. പിന്നീട് OET എഴുതി. ആദ്യത്തെ വട്ടം OET എഴുതി എനിക്ക് ക്ലബിംഗ് സ്കോറാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അടുത്ത വട്ടം എഴുതുമ്പോൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷയിലാണ് ഇരുന്നത്. ഞാൻ രണ്ടാമത്തെ വട്ടം എഴുതി, അതും ക്ലബിംഗ് സ്കോറോടെ തന്നെയാണ് പോയത്. എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അങ്ങനെ മൂന്നാമത്തെ വട്ടം ഉടമ്പടി എക്സാം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ ഞാൻ പോയി കാശിരൂപം കൊണ്ട് എഴുതി. ആ സമയത്താണെങ്കിൽ എനിക്ക് ഒരുപാട് ആദ്യത്തെ റീഡിങ്ങിൻ്റെ എ പാർട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. 15 മിനിറ്റ് കൊണ്ട് തീർക്കുന്നത്. അതെൻ്റെ ഭയങ്കര കോൺഫിഡൻസ് കൂട്ടി. അതുകൊണ്ട് ഞാൻ Bയും Cയും ഒട്ടും ഇതില്ലാതെ നിന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര മാർക്ക് കുറവ്, എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ 8th മന്തിലാണ്, എൻ്റെ പ്രഗ്നൻസിയുടെ 8th മന്തിലാണ് ഞാനത് OET എക്സാം എഴുതുന്നത്. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് നല്ല സ്കോറോടെ തന്നെ പാസ്സാകാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ പക്ഷേ 8th മന്ത് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നോക്കുന്നില്ലായിരുന്നു. പക്ഷേ ക്ലബിംഗ് സ്കോർ 2 കൂടെ കൂട്ടി എനിക്ക് പോകാൻ പറ്റുന്നൊരു രീതിയായിരുന്നു. അങ്ങനെ പിന്നീട് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് ഇതിരിക്കുമ്പോഴാണ് ന്യൂസിലാൻഡിന് എനിക്കിപ്പോൾ ഉള്ള സ്കോറിൽ പോകാൻ പറ്റും. പിന്നെ അതേപോലെ അവിടുത്തെ എക്സ്പീരിയൻസ് 2500 അവേഴ്സായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1.5 years എനിക്ക് ആ എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയായി. അങ്ങനെ നോർമൽ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ജൂണൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും ഏജൻസിക്കാർ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അതേ ഇതിൽ ഞാൻ സബ്മിറ്റ് ചെയ്തു. എല്ലാം നല്ല സ്മൂത്ത്ലി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിസ മാത്രം അവർ ഇടുന്നില്ല. ഏജൻസിക്കാർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിന്നെക്കാട്ടി മുമ്പ് വന്നവരുടെ ഒത്തിരി ഇരിക്കുന്നുണ്ട്, അവർ ഇടട്ടെ, അവരൊരു ഓർഡർ വൈസിലാണ്, ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. പിന്നീട് എൻ്റെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. സാക്ഷ്യങ്ങളിനകത്താണെങ്കിൽ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയും. അന്നേരം ഞാൻ സാക്ഷ്യങ്ങളിനകത്തും പിന്നെ അച്ഛൻ്റെ ധ്യാനത്തിനകത്താണെങ്കിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു 28 ഒക്ടോബർ 28 ആണ് ഇവിടുത്തെ ജപമാല റാലിന്ന്. അങ്ങനെ ഞാൻ ഒക്ടോബർ 28 ജപമാല റാലി ആ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അന്ന് വൈകിട്ട് വീട്ടിൽ പോയി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ പാസ്പോർട്ടിൽ ഒരു പെൻസിൽ കൊണ്ട് എഴുതി വെച്ച് എനിക്ക് 28 ഒക്ടോബറിന് മുമ്പ് ന്യൂസിലാൻഡിൽ എത്തണം എന്ന്. അങ്ങനെ എഴുതി വെച്ചിട്ട് അന്ന് പ്രാർത്ഥിച്ചു കിടന്നു ഉറങ്ങി. രാവിലെ ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഈ വർഷം ഇനി അങ്ങോട്ട് ഒരു പ്ലേസ്മെൻറ്റും ഇല്ല, അതുകൊണ്ട് ആർക്കും പോകാൻ പറ്റില്ല, നെക്സ്റ്റ് ഇയറിലെ പ്ലേസ്മെൻറ്റ് വരത്തുള്ളൂ. അന്നേരം എനിക്ക് ആദ്യമേ ഭയങ്കര സങ്കടമായി. ഞാൻ എന്ത് ചെയ്തിട്ടാണ് മാതാവേ അങ്ങനെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഉപവാസങ്ങളും മറ്റും ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ പാസ്പോർട്ട് വെച്ചുകൊണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ ആരാധന കൂടാൻ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ സെപ്റ്റംബർ 30 എൻ്റെ വിസ അവർ ഇട്ടു. ആദ്യമേ വിസ ഇടുന്നതിൻ്റെ സമയത്ത് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. എൻ്റെ ആണെങ്കിൽ പേയ്മെൻ്റ് ഒന്നും ആവുന്നില്ലായിരുന്നു. ഡെബിറ്റ് കാർഡിന് എന്തോ പ്രോബ്ലം, ഓൾറെഡി ഇതെല്ലാം ക്ലിയർ ആക്കി വെച്ചേ, പക്ഷേ ആ സമയത്ത് എന്തോ കാരണം കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. പിന്നീടാണെങ്കിൽ ഞാനാണെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാനാണെങ്കിൽ അയച്ചു നോക്കിയപ്പോഴത്തേന് അത് സ്മൂത്തായിട്ട് പോയി. അതേപോലെ തന്നെ അന്നേരം ആ ഒരു ടെൻഷനിൽ ഞാനാണെങ്കിൽ വചനപ്പെട്ടി എടുത്തപ്പോൾ
നി- നി- നിനക്ക് എൻ്റെ കൃപ മതി, എൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നതെന്നുള്ള വചനം കിട്ടി. ആ വചനമാണ് ഇന്നും ഞാൻ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞു സെപ്റ്റംബർ 30 വിസ കിട്ടെങ്കിൽ ഒക്ടോബർ 7 എനിക്ക് വിസ ലഭിച്ചപ്പോഴും എനിക്കാണെങ്കിൽ അവർ മെസ്സേജ് അയച്ച് നീ എന്നോട് മീൻസ് ചോദിച്ചുകൊണ്ടും എന്നാ പ്ലേസ്മെൻ്റ് എന്നും പറഞ്ഞ് ചോദിച്ച് മെസ്സേജ് അയക്കണ്ട, ഇപ്പം വിസ കിട്ടിയ ആർക്കും ഈ വർഷം തന്നെ കയറി പോകാൻ പറ്റത്തില്ല, നെക്സ്റ്റ് ഇയറേ കയറി പോകാൻ പറ്റൂ, അലോട്ട്മെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരു പ്ലേസ്മെൻറ്റ് ഇപ്പം ഇല്ല എന്ന്. അങ്ങനെ ആയപ്പം പക്ഷേ ഓക്കെ, ഞാനത് എൻ്റെ സമയമായിട്ടില്ല, അടുത്ത വർഷമായിരിക്കാം അങ്ങനെ വിചാരിച്ചു ഞാൻ ഓക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു. എൻ്റെ മീൻസ് അവിടെ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, അഡാപ്റ്റീവ് കോഴ്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ നേഴ്സിങ്ങിൻ്റെ അത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ആണ് ആ യൂണിവേഴ്സിറ്റി, ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, നിനക്കിപ്പം മീൻസ് ഒക്ടോബർ 16 മുമ്പ് നീ ന്യൂസിലാൻഡിൽ എത്തണം, ഒക്ടോബർ 16 നിൻ്റെ ക്യാബ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണെന്ന്. അങ്ങനെ ഏജൻസിക്കാർ എന്നെ ഒരുപാട് വട്ടം വിളിച്ചു. ഇത് പെട്ടെന്ന് വന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, സോ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോളാൻ. അങ്ങനെ ഞാൻ 14 ടിക്കറ്റ് എടുത്തു. ഞാനവിടെ 16 എത്തി. ഞങ്ങൾക്ക് ഇത്രയും ഷോർട്ട് നോട്ടീസിൽ തന്നതുകൊണ്ട് 17 എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ ഈ വഴിയാണ് ഞാൻ എയർപോർട്ടിലോട്ട് പോയപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നത്, എനിക്ക് ആരെയും അവിടെ അറിയാവുന്നവരും ഇല്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, നീ ഉള്ള സ്ഥലത്ത് തന്നെ എന്നെ എത്തിക്കണേന്ന് പറഞ്ഞു. അന്നേരം ആണെങ്കിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് വേറെ ആരെയും അറിയത്തില്ല, ഏജൻസിക്കാരെ ആകെപ്പാട് ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്ത് ഏജൻസിക്കാരെ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. മീൻസ് യൂട്യൂബ് വഴിയാണ് ഏജൻസിയെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അത് മാത്രമേ എനിക്കറിയാവുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണെങ്കിൽ എന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കാരണം എനിക്ക് അറിയാവുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടൈം ഫ്രെയിം മീൻസ് അവിടെ ഞാനാണെങ്കിൽ ഒരു മന്തിലേക്കായിരുന്നു ആ കോഴ്സ് ചെയ്തത്. ആ ടൈം കഴിയുമ്പോൾ അവിടുന്ന് മാറിക്കൊടുക്കണം. അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോയി. ആ സ്ഥലത്ത് മാതാവിൻ്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്, ക്യാപിറ്റിന്ന് വില്ലിംഗ്ടണിലെ. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ വലിയൊരു മാതാവിൻ്റെ ഇതുണ്ട്, മീൻസ് മാതാവാണ് അവിടെ കൂടുതൽ നിൽക്കുന്നത്. മാതാവിൻ്റെ പള്ളിയുണ്ട്. ഞാൻ നിൽക്കുന്ന വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 minutes ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു പള്ളിയിലേക്ക് പോകാൻ. അന്നേരം ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, ഈ അയർലൻഡ് UK പോയി കഴിയുമ്പോൾ നമുക്ക് പള്ളിയുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ആരാധനകളിലൊന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് തെന്നി മാറുന്നു എന്നൊക്കെ ഉള്ളത്. അന്നേരം എനിക്ക് മാതാവേ, ഞാൻ എപ്പോഴും നിൻ്റെ അടുത്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് നിന്നെ വേണം എൻ്റെ കൂടെ, എനിക്ക് നിന്നോട് അനുവാദം ചോദിച്ചിട്ട് വേണം ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ നിമിഷം വരെ നിൽക്കുന്നത്. ഇപ്പോൾ അവധിക്ക് ഞാൻ അവിടുന്ന് വന്നപ്പോഴും ഞാൻ മാതാവിനോട് പോയി പറഞ്ഞു, ഞാൻ ദാണ്ട വരുവാ സാക്ഷ്യം പറയാൻ നിൻ്റെ അടുത്തോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നീട് ഞാൻ നിൽക്കുന്ന വീട്ടിൽ അവിടെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് നോർമൽ ഇവിടെ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ അവിടെയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ വന്നവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു, കാരണം ജോബ് കിട്ടാതെ. അന്നേരം ഞങ്ങളുടെ ഏജൻസിക്കാർ പറയുന്നുണ്ടായിരുന്നു, എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ കയറിക്കണം, നിങ്ങൾ നല്ല ഫെസിലിറ്റി നോക്കി നിൽക്കേണ്ട. അന്നേരം എനിക്കാണെങ്കിൽ 1.6 years എക്സ്പീരിയൻസേ ഉള്ളൂ. അവിടെയുള്ളവർക്കെല്ലാം 2 years എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. പിന്നെ കൂടുതലും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. എനിക്കാണെങ്കിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം കുർബാന കഴിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, നാളെ ഇൻ്റർവ്യൂവിന് വരണമെന്ന്. ഷോർട്ട് നോട്ടീസ് തന്നെയാണ്, ഡയറക്റ്റ് വരാമോ എന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, കുഴപ്പമില്ല എന്ന് പറയും. അവിടെ ചെന്നു. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ജപമാലയും ഉണ്ടായിരുന്നു, കാശിരൂപവും ഉണ്ടായിരുന്നു. അന്നേരം മീൻസ് മെയിനായിട്ടുള്ള ഒരാൾ ഇന്ത്യൻ ആയിരുന്നു, പക്ഷെ ബാക്കി എല്ലാവരും അവിടുത്തെ ഒഫീഷ്യൽസ് ആയിരുന്നു. അന്നേരം അവരവിടെ ഇരുന്നിട്ട് എന്നോട് മീൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ കാശിരൂപത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനല്ല ആൻസർ പറയുന്നത്, നീ ആൻസർ പറയുന്നത്, എനിക്ക് വേണ്ടി എന്തായാലും നീ എനിക്ക് വേണ്ടി സംസാരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ എനിക്കറിയത്തില്ല മീൻസ് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ ബ്രദർ എന്നോട് പറഞ്ഞു, ലാസ്റ്റ് 2 years ഞാൻ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, നിനക്ക് ഞാൻ ഈ പ്ലേസ്മെൻറ്റ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്നേരം അത് 23rd ഡിസംബറിലായിരുന്നു. അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, 25th ഡിസംബർ എനിക്ക് ക്രിസ്മസ് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റണേ മാതാവേ, സങ്കടപ്പെട്ട് തിരിച്ചു പോവുമോ ഇല്ലയോ എന്നറിയാതെ ഞാൻ നിൽക്കരുത്, എനിക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റണേന്ന്. അങ്ങനെ എനിക്ക് 23rd അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു. അതാണ് ആദ്യത്തെ എൻ്റെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ
എൻ്റെയും ഹസ്ബൻഡേയും മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ലിവിങ് റിലേഷൻഷിപ്പ് 6 മന്ത്സേ കാണിക്കാനുള്ളൂ. പിന്നെ ന്യൂസിലാൻഡിലേക്ക് ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട്. മീൻസ് എവിടെയെങ്കിലും അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഒരു തെളിവല്ല, അതിന് പകരം നമ്മൾ വേറെ ഓരോന്ന് മീൻസ് ബാങ്ക് അക്കൗണ്ട്, പ്രോപ്പർട്ടി, അങ്ങനത്തെ ഒരുപാട്. പക്ഷേ അങ്ങനത്തെ ഒരു ഇതും ഞങ്ങൾക്ക് കാണിക്കാനില്ലായിരുന്നു. അന്നേരം ഞാൻ ലീഗൽ അഡ്വൈസറിനോട് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഇട്ട് നോക്ക്, ചിലപ്പം കിട്ടും, കിട്ടിയില്ലെങ്കിൽ 6 മന്ത്സ് ഹസ്ബൻഡിനെയും കൊച്ചിനെയും ഇവിടെ വിസിറ്റേഴ്സ് വിസയിൽ കൊണ്ടുവന്നിട്ട് നിനക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതെന്നുള്ള അവരുടെ ഒരുമിച്ച് നിന്നു എന്നുള്ള പ്രൂഫ് കാണിക്കുക, അങ്ങനെയാകുമ്പം ചിലപ്പോൾ ഇമിഗ്രേഷൻ തരുമെന്ന്. അന്നേരം ഓക്കെ. അന്നേരം എല്ലാവരും പറഞ്ഞു അത് റിസ്ക്കാ, വെറുതെ നീ അങ്ങനെ ഇട്ട് നോക്കണ്ട, വെറുതെ പൈസ പോകത്തേ ഉള്ളൂ. അന്നേരം പക്ഷേ ഞാൻ മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാനത് ഇട്ടു. എനിക്ക് 7 ദിവസത്തിനുള്ളിൽ എൻ്റെ റെസിഡൻസി കിട്ടി. എന്നോടാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും അവർ ചോദിച്ചിട്ടില്ല. അത് എന്താണെന്ന് ഇപ്പോഴും അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതം, എന്തു പറ്റി, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കതിൽ പറയാൻ പറ്റും. എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിക്കുകയാണെന്ന്. മൂന്നാമത്തെ കാര്യം, എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ലൈസൻസ് അവിടെ കുഴപ്പമില്ല, കമ്പ്യൂട്ടറിനകത്ത് നമ്മുടെ നാട്ടിലെ ടെസ്റ്റ് പോലെ തന്നെ ചെയ്താൽ മതി, അത് ഓക്കെയാണ്. പക്ഷേ റോഡ് ടെസ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ്, മീൻസ് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായാൽ പോലും നന്നായിട്ട് നാട്ടിൽ ഓടിക്കുന്നവരായാലും അവിടെ ഓടിക്കുന്നവരായാലും ഭയങ്കര പാടാണ് കിട്ടാൻ. ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും ആർക്കും കിട്ടത്തില്ല, അങ്ങനെ കേട്ടിട്ടുമില്ല. അന്നേരം ഞാനാണെങ്കിൽ നാട്ടിൽ ഒരു വണ്ടി പോലും ഓടിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആദ്യത്തെ സമയങ്ങളിൽ. അതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കേണ്ട ആവശ്യമുണ്ട്, വർക്കിങ്ങിന് പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ കാർ ഓടിക്കുമായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക് ഓടിക്കും, എങ്കിലും എനിക്കതിന് ലോസും അങ്ങനെ റൂൾസൊന്നും അധികം അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് എല്ലാവരും പറഞ്ഞ് നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് ടെസ്റ്റിന് പോകുന്നുണ്ട്. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ചുമ്മാ വരാം, നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ കയറിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ കിട്ടണേ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. കാശ് രൂപവും വെച്ച് ഞാൻ വണ്ടി ഓടിച്ചു. ആ സ്റ്റോപ്പിലെത്തിയപ്പം, മീൻസ് അറ്റ് ദ എൻഡ് എത്തിയപ്പം അന്നേരം അവർ പറയുന്നത് പാസ്സാണോ ഫെയിലാണോ എന്ന്. അന്നേരം എൻ്റെ കയ്യിൽ കൺഗ്രാജുലേഷൻ എന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ട് പാസ്സാണെന്ന് പറഞ്ഞു. അതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആർക്കും അവിടെ ഉള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെ കിട്ടി, അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ആരും ഇപ്പോഴും വിശ്വസിക്കത്തില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഞാൻ പറയാതെ പോയി നേരത്തെ എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷേ അതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അങ്ങനെ അതും കിട്ടി. ഇന്ന് ഈ നിമിഷം വരെ മാതാവിനെ പൊന്നുപോലെ കാത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആ ഉടമ്പടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മാതാവ് എനിക്ക് വേണ്ടത് എന്തെന്ന് നോക്കി മാതാവ് ഒരു അമ്മയെ പോലെ എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ തന്നെയാണ് മാതാവ്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആ ഒരു സമയത്ത് എനിക്കാണെങ്കിൽ അധികം സഹായിക്കാനോ കാര്യങ്ങളോ പറ്റില്ലായിരുന്നു, ജോലിയും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് വരുമാനം കിട്ടിയപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എനിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമയം വരുമ്പോൾ ഞാൻ എല്ലാവരെയും സഹായിക്കാം. ആ വാക്ക് ഞാൻ ഇതുവരെയും പാലിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവർക്ക് സഹായം ഞാൻ ഇന്നുവരെ ചെയ്യുന്നുണ്ട്. രോഗികൾക്കായാലും സഹായിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. അതേപോലെ ഉപവാസം ബുധനാഴ്ചയും ശനിയാഴ്ചയും മോർണിംഗ് ഉപവാസം എടുക്കുന്നുണ്ട്. ബൈബിൾ ഞാൻ എൻ്റെ കയ്യിൽ ബൈബിളില്ല, പക്ഷേ ഞാനാണെങ്കിൽ PDF ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ബൈബിൾ വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമ്പൂർണ്ണ ജപമാല എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ വിസയുടെ ഡേറ്റാണ്. ഞാൻ ഒക്ടോബർ 28 മുമ്പ് ചെല്ലണമെന്ന് പ്രാർത്ഥിച്ചതാണ്. ഇവിടെ വന്ന് സെപ്റ്റംബർ 13 ഇട്ടത്, പക്ഷേ ഉടമ്പടി എടുത്തത്. പിന്നീട് ഒക്ടോബർ 7 എനിക്ക് വിസ കിട്ടുകയും ഒക്ടോബർ 17 ഞാൻ ന്യൂസിലൻഡിലെത്തി എൻ്റെ ക്യാബ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വചനമാണ്. മോശ തൻ്റെ അയോഗ്യതയെപ്പറ്റി ദൈവത്തോട് പറഞ്ഞപ്പോൾ അവൻ്റെ കഴിവുകളെക്കുറിച്ചല്ല, തന്നെക്കുറിച്ച് തന്നെയാണ് ദൈവം ഉറപ്പ് നൽകുന്നത്. മോശ അയോഗ്യനാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മോശയ്ക്ക് ഉറപ്പ് നൽകിയത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ശക്തി നമ്മുടെ ജീവിതത്തിലും. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മളും ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ വാഗ്ദാനമാണ് ചെയ്യുന്നത്. ദൈവം നമ്മോട് പറയുന്നത്, ഉടമ്പടിയിൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാണ്.
അവിടുന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അരുളി ചെയ്ത പോലെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ശക്തിയും മനസ്സിലാക്കിയ ആ ദൈവാനുഭവം അനുഭവിച്ചറിഞ്ഞ ശ്രീന ലക്ഷ്മിയുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമുക്കാർക്കും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. പക്ഷെങ്കിൽ ഉടമ്പടിയിലുള്ള മക്കൾക്ക് ദൈവസാന്നിധ്യം ഉറപ്പാണ്. ഈ സാക്ഷ്യത്തിൽ നമുക്കതുവണ്ണം മനസ്സിലാകുന്നത്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഒക്ടോബർ 28 മുമ്പ് ഞാൻ ന്യൂസിലാൻഡിൽ എത്തണമെന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് സമയത്തിന് മേൽ അധികാരമുള്ള കൃപാസനം അമ്മയുടെ മാധ്യസ്ഥതയിലാണ് ഈ മകൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 7 വിസ ലഭിക്കുകയും 17 കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് അവിടെ ന്യൂസിലാൻഡിൽ എത്താൻ സാധിക്കുകയും ചെയ്തു. വിസിറ്റിംഗ് വിസ കിട്ടുകയും ചെയ്തു. ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഓരോ കാര്യങ്ങളും പടിപടിയായിട്ട് ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്നത്. ആ ദൈവ സാന്നിധ്യം, ഞാനാണ് നിന്നെ അയക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യമാണ് ഈ മകൾക്ക് ഓരോ കാര്യം മുന്നോട്ട് പോകുവാനായിട്ട് സഹായിച്ചത്. പിന്നീട് കുടുംബത്തെയും കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള PR ആണ്. അതും നിഷ്പ്രയാസം തന്നെ. ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും പക്ഷെങ്കിൽ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യത്തിലൂടെ അതും ലഭിക്കുകയും ചെയ്തു. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആ മകൾ നല്ല രീതിയിൽ പറയുകയും ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചത്. ഇത് ഈശോയും അമ്മയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. അതും ഒരു ഫോറിൻ കൺട്രീസിലൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജയിക്കാനും PR ലഭിക്കുവാനും ഒക്കെ ഉള്ള ഒരു കൃപ ലഭിക്കണമെങ്കിൽ അത് ഉടമ്പടിയിലുള്ള മക്കളുടെ ജീവിതത്തിൽ മാത്രമേ നമുക്കിതൊക്കെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ മകളുടെ എല്ലാ കാര്യത്തിലും ഈശോയും അമ്മയോടും ചേർന്ന് നിന്ന് ഈ മകളും അമ്മയുടെ കരം പിടിച്ചാണ് ഓരോ കാര്യത്തിലും അമ്മ എൻ്റെ കൂടെയുണ്ട്. ഈ മകൾ പറഞ്ഞതുപോലെ എന്നെ അമ്മയെ പോലെയാണ് സംരക്ഷിക്കുന്നത് എന്നാണ് ഈ മകൾ പറഞ്ഞത്. അതാണ് ആ അമ്മയോടുള്ള ബന്ധം. ഈ ഉടമ്പടി ബന്ധമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വാഗ്ദാനമാണ് ഉടമ്പടിയിൽ. നമ്മുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ ബന്ധമാണ്. മരിയൻ ഉടമ്പടി ഒരു ആത്മീയ സമർപ്പണമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ഒരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവസാന്നിധ്യത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീന ലക്ഷ്മിക്ക് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.